അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജ്റയെക്കുറിച്ചും ഹിജ്റയുടെ ചരിത്രവും അതിൽ നിന്നുള്ള പാഠങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ആ പാഠങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ പാഠങ്ങളൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ചരിത്രങ്ങൾ പഠിച്ചു പോകുമ്പോൾ അതിങ്ങനെ കഴിഞ്ഞു പോയ കുറേ സംഭവങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറേ ഇൻഫർമേഷൻസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള രൂപത്തിലല്ല, ഇസ്ലാമിൻ്റെ ചരിത്രം, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ചരിത്രവും നമുക്ക് മാതൃക കൂടിയാണ്. മാതൃക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തിലേക്ക് അത് ചേർത്ത് വെക്കാനും, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പകർത്താം എന്ന ആലോചനയിലേക്കൊക്കെ നമ്മളെ എത്തിക്കണതിന്. അപ്പോൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ 2 പാഠങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മൂന്നാമത്തൊരു പാഠം എന്ന് പറയുന്നത് നല്ല പ്ലാനിങ് എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇതിപ്പോൾ പടച്ചോൻ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കുകയല്ല വേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്ലാനിങ്ങുകളും നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഹിജ്റയിലെ ചില പ്ലാനിങ്ങുകൾ ആലോചിച്ച് നോക്കാം. ഇപ്പോൾ ഹിജ്റ പോകാൻ തീരുമാനിച്ചു. പല സഹാബിമാരും ഇങ്ങനെ പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ധാരാളം സഹാബിമാരൊക്കെ പോയി, അന്നത്തെ ആളുകളൊക്കെ പോയി. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒടുവിലാണ് പോകുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോകാൻ അനുവദിക്കരുത്, അദ്ദേഹത്തെ കൊന്നുകളയണം എന്ന് മക്കയിലെ നിഷേധികളായ ആളുകൾ അവരെല്ലാം യോഗം കൂടി തീരുമാനിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ വകവരുത്താനാണ് അവർ തീരുമാനിച്ചത്. ഈ വിവരം അള്ളാഹു മുഖേന, വഹി മുഖേന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം കിട്ടുകയും അങ്ങനെ അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചില പ്ലാനിങ്ങുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നുണ്ട്. ആ പ്ലാനുകൾ നമുക്കറിയാം. കാരണം വീട്ടിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സ്ഥലത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തുകയും അങ്ങനെ പുതപ്പ് മൂടി അലി റളിയല്ലാഹു അൻഹു കിടന്നു. അപ്പോൾ എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അവർ ശത്രുക്കൾ വീട് വളയുന്നതിന് മുമ്പേ അവിടുന്ന് രക്ഷപ്പെട്ടു, അവിടെ പോയി. അങ്ങനെ ഇവർ വന്നിട്ട് വീട് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ ഉള്ളിൽ ആളുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇത് റസൂലാണ്. അങ്ങനെ റസൂൽ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും കൂടി വകവരുത്താം എന്നാണ് അവരുടെ പ്ലാന്. അങ്ങനെ അവരിങ്ങനെ കാത്തിരുന്ന് അവസാനം പുറത്തെത്തുമ്പോൾ ആരാ? അത് അലി റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്ലാനിങ് ആണ്. ഇവർ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നൊരു പ്ലാനിങ്. അപ്പോൾ നമുക്കെപ്പോഴും ഈ പറയുന്ന പോലെ ഒരു പ്ലാനിങ് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നത്തെ പ്ലാന് കാണാൻ കഴിയുന്നത് എവിടെയാണ്? പിന്നെ നേരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നൊരു റൂട്ടുണ്ട്. നേരെ അന്നത്തെ കാലത്തൊക്കെ പോകുന്നൊരു റൂട്ടുണ്ട്. ആ റൂട്ടിലല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. കാരണം റസൂലിനറിയാം ആ റൂട്ടിൽ പോയാൽ പിറകിൽ ഒരു വരും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടുകണെന്ന് അറിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ പിറകിൽ വരും. അങ്ങനെ പിറകിൽ വന്നിട്ട് പിടികൂടും. അപ്പോൾ അതുകൊണ്ട് അവരെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷനിലേക്ക് പോയി വളഞ്ഞ് തിരിഞ്ഞ് വേറൊരു റൂട്ടിലാണ് ഹിജ്റ പോകുന്നത്. അത് വേറൊരു റൂട്ട് തന്നെയാണ്. മദീനയിലേക്കുള്ള വേറൊരു റൂട്ടിലേക്കാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നത്. മാത്രമല്ല അത് ഒറ്റയടിക്കങ്ങ് പോകാതെ ആദ്യം പോകുന്നത് സൗർ ഗുഹയിലേക്കാണ്. അപ്പോൾ മക്കയിൽ തന്നെയുള്ള സൗർ ഗുഹയിൽ പോയിട്ട് അവിടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവരുടെ ശ്രദ്ധ തെറ്റിക്കാനും, അതുപോലെ തന്നെ ഇവർ തിരഞ്ഞു നോക്കുമ്പോൾ ആളെ കാണൂല, അപ്പോൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിക്കണെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ തെരച്ചിലൊക്കെ അവസാനിപ്പിക്കും. അങ്ങനെ പതിയെ അവിടുന്ന് ഇറങ്ങി പോകുക എന്നുള്ളതായിരുന്നു. പക്ഷെ അതേസമയം ആ ഗുഹയിൽ ഇങ്ങനെ കയറിയിരുന്ന് അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നില്ല ചെയ്തത്. മറിച്ച് അതിലും കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതായത് ആ ഗുഹയിലേക്ക് ഒളിച്ചിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉള്ളത്. അവർക്ക് ഭക്ഷണം വേണം. ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകള് അസ്മാ ബിൻത്ത് അബീ ബക്കർ അവരാരും കാണാതെ അവിടേക്ക് ഭക്ഷണം എത്തിക്കും. അവർ ഭക്ഷണം പൊതിയാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് അത് കെട്ടാൻ കയറില്ലാഞ്ഞിട്ട് അവരുടെ വസ്ത്രത്തിൻ്റെ അതിൽ നിന്ന് പിന്നെ ഒരു കഷ്ണം എടുത്ത് കെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദാത്തുൻ നിത്താക്കത്തേനി എന്നൊക്കെ അവരെക്കുറിച്ച് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇരട്ടപ്പട്ടക്കാരി എന്നൊക്കെ അതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അവർ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. മാത്രമല്ല മക്കയിൽ നടക്കുന്ന ഈ ചർച്ചകളുടെ വർത്തമാനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വാർത്തകളൊക്കെ കേട്ടിട്ട് അത് കൊണ്ടുപോയി അവർക്ക് എത്തിച്ചു കൊടുക്കും. മാത്രമല്ല പിന്നീട് അവിടുന്ന് ഇറങ്ങി അവർ യാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെ അവർ പിന്നെ ആടിനെ മേയ്ക്കുന്ന ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ നടക്കുന്ന വഴിയിൽ
പിന്നെ കാൽപ്പാടുകൾ അത് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് ആടുകളുമായിട്ടൊരു പറ്റം ബാക്കിൽ പോവുകയാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്ത് എന്ന് പറയുന്നത് മുസ്ലിമായ ഒരാൾ പോലല്ല, അന്ന് ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് റസൂലിനോടൊക്കെ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന് പല ഊടുവഴികളും മറ്റു എളുപ്പവഴികളൊക്കെ അറിയായിരുന്നു. അദ്ദേഹത്തെ കൂടി വഴി കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്ലാനിങ്ങുകൾ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ അള്ളാഹു ഇന്നെ എങ്ങനെയെങ്കിലും എത്തിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നാൽ മതി. പക്ഷെ അങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമുക്കെന്താ പ്ലാന്? ഒരു സംഗതി നേടിയെടുക്കാൻ നമുക്കൊരു പ്ലാന് വേണം. ആ പ്ലാന് നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് എന്തുണ്ടാവുക? പടച്ചോൻ്റെ സഹായം ഉണ്ടാവുക. അതാണ് ഹിജ്റയിൽ നമുക്ക് കാണാൻ പറ്റിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ അർത്ഥത്തിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ എന്തായത്? അതിൽ പലതരത്തിലുള്ള സഹായങ്ങൾ അള്ളാഹുവിൽ നിന്നുണ്ടായി. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എന്തുണ്ടായി? അവിടുന്ന് പിന്നെ അവർ കാണാതെ പുറപ്പെടാൻ കഴിഞ്ഞു. കാരണം അവർ വീട് വളഞ്ഞ സമയത്ത് ഉള്ളിൽ റസൂൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് അവർ കാണാതെ പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് ആർക്കും കാണാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹു അവരെ, പ്രത്യേകിച്ച് അവരുടെ കാഴ്ചയെ മറച്ചു കളയുന്നുണ്ട്. അപ്പോൾ ഗുഹയിലേക്ക് അവർക്ക് കയറി നോക്കാൻ കഴിയാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇടപെടുകയുണ്ടായി. മാത്രമല്ല പിന്നീടുള്ള യാത്രയുടെ മുന്നോട്ട് പോകുന്ന സമയത്ത് പിടികൂടാനായിട്ട് വന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അതിൽ സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. റസൂലിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തി റസൂലിനെ പിടികൂടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് സുറാഖയുടെ കുതിരയുടെ കാലുകൾ ഇങ്ങനെ ഭൂമിയിലേക്ക് ആണ്ടുപോയി എന്നാണ്. അള്ളാഹിൻ്റെ ഇടപെടലാണ് ഇത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിച്ചാലും നമ്മളെല്ലാവിധ പ്ലാനുകളും എല്ലാ അർത്ഥത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോയാൽ എന്തുണ്ടാവും? നമുക്ക് അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹിജ്റയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കെപ്പോഴും നിറഞ്ഞ പ്രതീക്ഷ ഉണ്ടാവണം. ഏത് പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലും വിജയിക്കും എന്ന് പറയുന്നൊരു പ്രതീക്ഷ അത് ഹിജ്റ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രതീക്ഷ കാത്തു സൂക്ഷിച്ച ആളാണ്. ഒരിക്കൽ മക്കയിൽ ജീവിക്കുമ്പോൾ തന്നെ ഹിജ്റക്ക് മുമ്പ് ഒരുപാട് പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ സഹാബിമാർ നേരിടുകയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, റസൂലേ, ഇത് കണ്ടില്ലേ, ഞങ്ങൾ എത്ര പ്രയാസം അനുഭവിക്കുന്നത്, ഞങ്ങളിൽ ചിലരൊക്കെ കൊല്ലപ്പെട്ടു, ഞങ്ങളിതാ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്, ശരീരമൊക്കെ ആകെ പൊട്ടി ഒലിക്കുന്നുണ്ട്, ചോരപ്പാടുകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോകണം. ഈ ദീനിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ എല്ലാ കാലത്തും ആളുകൾ ഇത്തരം പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താ? നമ്മൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം അത്രയും മഹത്തരമായൊരു ആശയമാണ്. ആ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ആളുകളുണ്ടാകും. അവരിതിനെ തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എല്ലാ കാലത്തും ഇതുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കും ഇത് അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയാണ്, വല്ലാഹി ലയുത്തിമ്മന്നല്ലാഹു ഹദൽ അംർ. എന്നാൽ നിങ്ങളൊരിക്കലും അതിൻ്റെ പേരിൽ നിരാശയിൽ പോകരുത്. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഈ ദൗത്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഏതുവരെ? ഹത്താ യസീറ റാക്കിബു മിൻ സൻആ ഇലാ ഹളറമൗത്ത് ലാ യഖാഫു ഇല്ലല്ലാഹു വദ്ദിഅബ അലാ ഉനമിഹി. അത് സൻആ മുതൽ ഹളറമൗത്ത് വരെ അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു വഴിയാണ്. ആ വഴി സാധാരണ എപ്പോഴും കൊള്ളക്കാരും കള്ളന്മാരൊക്കെ ഉള്ളൊരു വഴിയാണ്. അതിലൂടെ ആളുകൾ പോകുമ്പോൾ പലപ്പോഴും കൊള്ളയടിക്കപ്പെടും, കൊല ചെയ്യപ്പെടും, അങ്ങനെയൊക്കെ സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കാലം വരും അന്നൊരു യാത്രക്കാരന് ആരെയും ഭയപ്പെടാതെ ആ വഴിയിലൂടെ പോകാൻ പറ്റുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇസ്ലാം ഇവിടെ വിജയിക്കും. ഇസ്ലാം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മനുഷ്യർക്കും വളരെ നിർഭയമായിട്ട്, വളരെ സെക്യൂറായിട്ട് അവർക്ക് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സെക്യൂരിറ്റി അവർക്കിവിടെ ഉണ്ടാവും. ഇതെപ്പോഴാണ് പറയുന്നത്? ഇസ്ലാമിനൊരു അധികാരമില്ലാത്ത, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇത് വിജയിക്കും എന്ന് പറയുന്നത്. ഇത് വലിയ പ്രതീക്ഷയാണ്. ഇത് ഹിജ്റയിലും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, സുറാഖൻ്റെ കഥ പറഞ്ഞല്ലോ. ഈ സുറാഖ പിടികൂടാൻ വന്നപ്പോൾ സുറാഖൻ്റെ ഈ കുതിരയുടെ കാലുകൾ മണലിലേക്ക് ആണ്ടുപോയപ്പോൾ ആളാകെ പേടിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയുടെ കൈ പിടിച്ചിട്ട് രക്ഷപ്പെടുത്തി. എന്നിട്ട് സുറാഖയോട് പറയുന്നുണ്ട്, സുറാഖ, നിൻ്റെ ഈ കൈകളിൽ കിസ്റയുടെ വളകൾ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കിസ്റ എന്ന് പറഞ്ഞാൽ കിസ്റ കൈസർ, ചുറ്റുമുള്ള
വലിയ സാമ്രാജ്യങ്ങളാണ്. അന്ന് അറേബ്യയ്ക്ക് ചുറ്റുമുള്ള പേർഷ്യൻ സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, 2 വലിയ സാമ്രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അവർക്ക് വലിയ അധികാരങ്ങളാണ് ഉണ്ടായിരുന്നത്. വലിയ സൈന്യം, വലിയ അധികാരമൊക്കെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സുറാക്കനോട് പറയാണ്, ഒരു കാലം വരും, അന്ന് കിസ്റയും കൈസ്രവും ഒക്കെ ഇസ്ലാമിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. അതിനൊക്കെ അവിടെയൊക്കെ ഇസ്ലാം വ്യാപിക്കും. എപ്പോഴത് പറയുന്നത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്താണ്. അതായത് നാട് വിട്ട് പോകേണ്ട ഒരു സമയം, മക്കയിൽ ഇനിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ, അല്ലെങ്കിൽ ഇനിയൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അടുത്ത ഒരു സ്ഥലം തേടി പോവുകയാണ്, സ്വന്തം നാട്ടിൽ നിന്ന് പോവുകയാണ്. ആ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതീക്ഷയോടുകൂടി പറയുകയാണ്, ഇത് വിജയിക്കാനുള്ളതാണ്. ഇത് നമുക്ക് ഹിജ്റയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠമാണ്. എപ്പോഴും പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രയോജനപ്പെടുത്തുമാറാകട്ടെ. വഹ്റദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.